പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ ചെടികളൊക്കെ നടാനായിരുന്നു. അന്നൊക്കെ പൂക്കളുള്ള ചെടികളോടായിരുന്നു എനിക്ക് ഏറെ പ്രിയം. പക്ഷേ നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ ചെടികളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഒരു തവണയൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ നഴ്സറിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്തോരം റോസായും അല്ലേ, അങ്ങനെ കുറേ പൂക്കളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൽ പൂവുണ്ടാവാൻ നല്ല പാടാണല്ലേ. പിന്നെ പെട്ടെന്ന് കരിഞ്ഞ് അതങ്ങ് വാടിപ്പോവായിരുന്നു. അപ്പം മമ്മി പറയും നമുക്ക് പൂക്കളുള്ള ചെടികൾ വേണ്ട, ഇലച്ചെടികൾ മതിയെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഇലച്ചെടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇലച്ചെടികളോടായി പ്രിയം. ഇപ്പോൾ വീട്ടിലാണെങ്കിലും കൂടുതലും ഇലയുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ വളർത്തുക. നിറയെ അഗ്ലോണിമ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ കൂടുതലും ഇപ്പം നിൽക്കുന്നത്. പിന്നെ ഇപ്പം അധികം ചെടികളെയും ഞാൻ നോക്കാറില്ല കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ മിക്കതും നിറയെ വിഷം അടിച്ചിട്ടായിരിക്കും വരുന്നത്. ഒന്നും വിശ്വസിച്ച് മേടിക്കാൻ പറ്റാത്ത ഒരു കാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ പച്ചക്കറികൾ നട്ട് വളർത്താനും അത് ഇഷ്ടപ്പെടാനും തുടങ്ങിയത്. പക്ഷേ അത് നല്ല വെല്ലുവിളിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. ഓരോ ഇലകളിലും നിറയെ വെള്ളീച്ചയും അതേപോലെ പച്ച പുഴുക്കൾ വന്നിരുന്ന് ഫുള്ള് തിന്ന് തീർക്കും. അതിൻ്റെ കൂടി ഇപ്പോൾ പോരാത്തതിന് തത്ത വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തത്തയെ ഓടിക്കാനാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു പിടി പയറൊക്കെ ഇന്നത്തെ ഒരു കറിക്ക് വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് മുഴുവൻ തത്ത തിന്നിട്ട് പോകും കേട്ടോ. നിറയെ തത്ത നമ്മളുടെ ഇവിടെ ഒരു പഞ്ഞിമരമുണ്ട്, അവിടെ വന്നിരിക്കും. പോരാത്തതിന് നമ്മളുടെ വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തയ്ക്ക് ഇതുപോലെ തീറ്റ കൊടുക്കാൻ തുറന്നപ്പോഴാണ് തത്ത അങ്ങ് പറന്നുപോയി. പിന്നെ തത്ത വന്നിട്ടുമില്ല. തത്തയെ കുറേ വിളിച്ചെങ്കിലും വന്നില്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാണല്ലേ അടച്ചിട്ട കൂട്ടിലിങ്ങനെ കിടക്കാൻ ഇഷ്ടം. പിന്നെ നമുക്ക് കാണുമ്പോഴൊരു സന്തോഷം, രാവിലെ ചെന്ന് തത്തയോട് വർത്താനം പറയുമ്പോഴും ഒക്കെ അതൊക്കെ ഒരു വേറൊരു ഹാപ്പിനെസ് ആയിരുന്നു. പ്രത്യേകിച്ച് എന്നേക്കായാലും കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ തത്തയെ വളർത്താൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ തീർത്തിട്ട് നേരെ നമ്മൾ കുക്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് വേളൂരിയാണ് കിട്ടിയത്. വേളൂരി എനിക്കിതുപോലെ കത്രിക വെച്ച് വെട്ടാനാണ് കേട്ടോ ഈസി. പിന്നെ നല്ലതുപോലെ തേച്ച് ഉളുമ്പ് കളയുന്നതിലാണ് നമ്മളുടെ ഒരു മീൻ കറിയാണോ മീൻ വറുത്താണോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. മീൻ്റെ ഉളുമ്പ് പോയാൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മളിവിടെ എപ്പോഴും മാങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. മാങ്ങ ഇട്ടിട്ടാണ് മീൻ കറി കൂടുതൽ വെക്കുന്നത്. എനിക്കപ്പം മാങ്ങ ഇട്ടുള്ള മീൻ കറി ആണെങ്കിൽ അതിനകത്തിൽ മീൻ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേളൂരി പറ്റിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഷ്ണമുള്ള മീനുണ്ടായിരുന്നു, അതിനെ നമ്മൾ എന്ത് വെച്ചു, മീൻ കറി ആക്കി കേട്ടോ. നല്ല മാങ്ങായും കുടംപുളിയൊക്കെ ഇട്ട മീൻ കറിയാണ്. കുറച്ച് കൊച്ചിന് വേണ്ടിയിട്ട് വറക്കാനും വെച്ചു. കൊച്ചിന് വറക്കാൻ വെച്ചു എന്ന് പറഞ്ഞാലും കൊച്ചത് കഴിക്കില്ല കേട്ടോ. ഞാൻ തന്നെയായിരിക്കും മിക്കവാറും കഴിക്കുന്നത്. അപ്പോൾ അതാ അവൾ കളിക്കുകയാണ്. അതിൻ്റെ കൂടെ പടങ്ങളൊക്കെ വരച്ച് ആളിതുപോലെ ഒട്ടിച്ച് വെക്കും കേട്ടോ. എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട് മൊത്തം ഇതുപോലെ പടം വരച്ച് ഒട്ടിച്ച് വെക്കും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കബോർഡ് തുറന്നപ്പോൾ 10 കൊല്ലം മുന്നേ മേടിച്ച ചുരിദാറാണ് കേട്ടോ. അതായത് 2015 ഒരു കല്യാണത്തിന് വേണ്ടി മേടിച്ച ഒരു ചുരിദാറാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഫാഷനാണോ എന്ന് എനിക്കറിയില്ല. വേണേ ഇതൊന്നുകൂടെ മോഡിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ബീഡ്സും സ്റ്റോൺസും എല്ലാം അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. അത്ര രസമായിട്ടുണ്ട് ഈ ചുരിദാർ എനിക്കിട്ടപ്പം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് ജയലക്ഷ്മിന്ന് മേടിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ചുരിദാർ. അന്ന് ഇതിനൊരു 5000 അതായത് 4000 സംതിങ്, 5000 റേറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കൃത്യ ഓർമ്മ. ഇപ്പോഴും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ലതായിട്ട് ഇരിപ്പുണ്ട് ചുരിദാർ. കളർ പോവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിട്ടപ്പം അന്നും ഇന്നും എനിക്ക് ഒരേ വണ്ണവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ അന്നത്തേനേക്കാളും മുഖത്ത് കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഫേസൊക്കെ മാറി കുറച്ച് ഡള്ളായി പോയിട്ടുണ്ട്.